മാമേ, കരുണം മാമേ ഞാൻ ഈ ജയിലിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാം. ജയിലിലെ പറമ്പ് കിളച്ച് നല്ല പച്ചക്കറി ഒരുപാട് വിളയിച്ചവനാ ഞാൻ. ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ഭക്ഷണവും വിളമ്പേ. അതിന്റെ നന്ദി ഇവന്മാർ എന്നോട് കാണിച്ച മാമൻ എന്നോടൊന്നും തോന്നരുത്. അല്ലറ ചില്ലറ പാകപ്പഴയൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിലും ഞാനൊരു പാവമാ. കൈ ധരിക്കുന്നവർക്കൊക്കെ കൊടുക്കാം. എന്നെ ഇനി ഇടിച്ച ഞാൻ ചത്തുപോകും. ചാവുന്ന രീതിയിൽ ഞങ്ങൾ ഇടിക്കാറില്ലടാ, ശരീരം നോവുന്ന രീതിയിൽ ഇടിക്കൂ. ആണോ? പോലീസുകാർ ഇടിച്ച് ചമ്മന്തി ആക്കിയതാ. എന്നെ ഉമ്മാരിടിച്ച് എരിശ്ശേരി ആക്കിക്കോളും. കണ്ണം പറഞ്ഞ കഥ കേട്ടിട്ട് അത്രയ്ക്ക് കലിപൂണ്ട് നടക്കും എല്ലാരും. എഴുന്നേക്കടാ, നിന്റെ സെല്ല് ഞാൻ കാണിച്ചു തരാം. സാറേ, സെല്ലില് ഞാൻ ഒറ്റയ്ക്കാണോ അതോ? ഒറ്റയ്ക്ക് മാത്രമല്ലടാ, നല്ല എസിയും നല്ല ബെഡും എല്ലാം ഉണ്ട്. നടക്ക്. ഇത്രയ്ക്കൊക്കെ സന്തോഷം വേണമായിരുന്നോടാ? പിന്നെ വേണ്ടേ സാറേ, എന്നെയും കണ്ണേട്ടനും ഒക്കെ ചതിച്ച് അവൻ ഒറ്റ ഒരുത്തനാ. അതിനുശേഷവും അവൻ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു. സാറേ, കാർത്തൂന്റെ കല്യാണത്തിന്റെ അന്ന് വരെ അവൻ കളിച്ചില്ലേ? കാർത്തൂനെ തട്ടിക്കൊണ്ടുപോയത് ആരാ വക്കീൽ സാറേ? അതൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂ? ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ കണ്ണൻ. അവന്റെ അരികിലേക്കാ കരുണൻ കടന്നെല്ലാം പോകുന്നത്. കോടതിയിൽ കരുണന് വേണ്ടി സാധാരണ വലിയ വലിയ വക്കീലന്മാരൊക്കെ പ്രസന്റ് ആവേണ്ടതാ. ഇത്തവണ ആരും ഉണ്ടായില്ല. അതിനുള്ള സാഹചര്യമില്ലല്ലോ. അവന്റെ ആപ്പീസ് പൂട്ടിക്കഴിഞ്ഞു. ബാങ്കിലെ കാശൊക്കെ മരവിപ്പിച്ചു എന്നറിയാൻ കഴിഞ്ഞത്. ഇനി പണം എടുത്തെറിഞ്ഞ് അവൻ കളിക്കില്ല. കരുണന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത് നീയാണ് ദീപ. വിജിതയെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തപ്പോ തന്നെ അവരുടെ പതനം തുടങ്ങി. അതെ, കരുണൻ ചെയ്യില്ലായി. ഇനി നീ വേണ്ടാത്ത ബന്ധത്തിനൊന്നും നിൽക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. 3-3.5 ഏക്കർ പറമ്പ് കൈക്കലായി. അതൊന്നും പോരോ പേട്ട. അവക്കും അവളുടെ അമ്മയ്ക്കും എല്ലാം നഷ്ടപ്പെടണം. കണ്ണേട്ടനെ ജയിലിലാക്കിയവൻ കണ്ണേട്ടൻ പുറത്തു വരുമ്പോഴും ജയിലില്ല. ഇനിയിപ്പൊ പുറത്തു വരുന്ന ആള് രാജകീയമായിട്ട് ജീവിക്കുന്നത് അവളുമാരെ കാണണം പപ്പേട്ട. നിന്റെ വീട്ടുകാരൊക്കെ എനിക്കറിയാം. അവരുമായിട്ട് ഞാനൊന്ന് സംസാരിക്കാൻ പോവാ. നിന്നെ തിരികെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിക്കണമെന്ന് അവരോട് പറഞ്ഞേ പറ്റൂ. ചെന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ കാണാം അവിടെ പ്രളയം നടക്കുന്നത്. ചിലപ്പോ വക്കീൽ സാറിന് അടിയും കിട്ടും. വലിയ അഭിമാനികളാ എന്റെ കുടുംബക്കാര്. അമ്മയെ പോലും എന്നെ ഒന്ന് കാണാൻ അനുവദിച്ചിട്ടില്ല. വിളിച്ചാ പോലും ആരും ഫോണും എടുക്കാറില്ല. അങ്ങോട്ട് ചെന്നാലോ മൂത്തേട്ടൻ ചാട്ടവാറുകൊണ്ട് അടിക്കും എന്നെ. കുടുംബത്തിന്റെ പേര് കളഞ്ഞോനല്ലേ ഞാൻ. അതുകൊണ്ട് എന്റെ മരണവാർത്തയാ അവര് പ്രതീക്ഷിക്കുന്നത്. മരിച്ചാലോ ബോഡി കാണാൻ പോലും ആരും വരില്ല. അതിനൊക്കെ നിമിത്തമായവരെയാ ഞാനിപ്പോ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്. അതില് ഇപ്പൊ ഒരു ആനന്ദമുണ്ട്. ഇതിന്റെ അവസാനം എന്താന്ന് പറയാൻ പറ്റില്ല. പറയാനൊന്നുമില്ല ഓപ്പേട്ട. ഒരുത്തന്റെ കഴുത്തറക്കാൻ തന്നെയാ ഞാനിപ്പോ ഇതൊക്കെ ചെയ്യുന്നത്. അറിയാലോ, സ്വന്തം ഏട്ടനെ കള്ളക്കേസിൽ കുടുക്കിയത് കരനാണെന്ന് ഇതിനോടൊക്കെ ഉണ്ണി അറിഞ്ഞു കഴിഞ്ഞു.
എന്നിട്ട് അവൻ ആ ഏട്ടനോട് പോയി മാപ്പ് പറയാൻ തയ്യാറായോ? ഒന്ന് കാണാനെങ്കിലും പോകുന്നുണ്ടോ? ഇപ്പോഴും അന്യന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്ന ഭാര്യയെ ഏതു നേരവും ന്യായീകരിക്കുക. അവൾക്ക് വേണ്ടി സ്തുതി പാടുക. കണ്ണേട്ടനൊപ്പം ജയിലിൽ കിടന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇന്ന് കണ്ണേട്ടന് കരുണനേക്കാൾ ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ണിയോടാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ വപ്പെട്ട. ഇനിയിപ്പോ അവനും കരയട്ടെ. സുധാമണിയും കരുണനും അറിഞ്ഞു കഴിഞ്ഞു സ്വന്തം പേരക്കുട്ടി മരുമോന്റെ അല്ലാന്ന്. ഇനി അത് ഉണ്ണിയും കൂടി അറിയാനുള്ളൂ. അവനെ പോലെ ഒരുത്ത അറിഞ്ഞാലും അത് സഹിക്കും. അവന് പണം മതിയല്ലോ. അവിടെയാണ് പ്രശ്നം. ഇനിയിപ്പോ ജപ്തി നടപടികൾ തുടങ്ങും. ഹോസ്പിറ്റൽ ഉൾപ്പെടെ മിക്കവാറും എല്ലാം നഷ്ടപ്പെടും. ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വന്തം ഭാര്യ അവൻ തള്ളിപ്പറയും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. കണ്ണേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ കരഞ്ഞ് കണ്ണേട്ടന്റെ കാല് പിടിക്കണം ഉണ്ണി. അതിന് വേണ്ട സാഹചര്യം ഒരുക്കണം. സ്വത്തും പണവും മാത്രമല്ല, സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട് അവൻ മനസ്സിലാക്കണം കണ്ണേട്ടന്റെ സ്നേഹത്തിന്റെ അപ്പുറമല്ല മറ്റൊന്നുമെന്ന്. പപ്പേട്ടാ, പടക്കം തീർന്നിട്ടില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. നമുക്കേ അതോടെ അങ്ങ് പൊട്ടിക്കാം. മുറി കഴിഞ്ഞാ മതി നാഗപഞ്ചമി കഴിയുന്നവരെ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഈ മുറി വിട്ട് അവന്റെ മുറിയിലോട്ട് പോണ്ട. ഞാൻ അങ്ങനെയൊന്നും പോയില്ല. എങ്കിലും നിന്റെ ഭർത്താവിന് ചെറിയ മുറുമുറുപ്പുണ്ട്. അവൻ ഈ വിഷയത്തിന്റെ പേരിലേ എന്നോട് ഇടയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. നീ പഠിച്ച കള്ളിയല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നല്ല പിള്ള ചമയും, എന്നിട്ട് കള്ളത്തരം ചെയ്യുകയും ചെയ്യും. ഈ നാഗപഞ്ചമി നുണക്കഥയാണെന്ന് അരുൺ സാർ പറഞ്ഞത്. അവനായിരിക്കില്ല, നീ അങ്ങനെ പറഞ്ഞു കൊടുത്തായിരിക്കും. എന്തായാലും എന്റെ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് രണ്ടാളും മുന്നോട്ട് പോയാൽ മതി. നാളെ രാവിലെ അരുൺ സാർ ജോലി സ്ഥലത്തോട്ട് പോവും. പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നില്ലല്ലോ എടുത്തി. നിനക്ക് കൂടെ പോവാൻ പരിപാടിയൊന്നുമില്ലല്ലോ? ഇല്ല. ഇവിടെ ഇരുന്ന് മുഷിയുമ്പോ ഭർത്താവിനെ ഒന്ന് വിസിറ്റ് ചെയ്യണോന്ന് തോന്നും. അങ്ങനെ ഒരു ചിന്ത വേണ്ട കേട്ടോ. ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവും. ആ പിന്നെ ഒരുത്തം കൂടെ ജയിലിലോട്ട് പോയി. അവനെ കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിലും ടിവിയിലും ഒക്കെ വരുന്നുണ്ട്. ഈ വീട്ടിലെ പുതിയ മരുമകളുടെ ബന്ധുവാണ് പിടിക്കപ്പെട്ടതെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്കാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഒരുത്തനോട് തലയെ കൈവച്ച് പറഞ്ഞതാ, ഈ കുടുംബത്തിന് യോജിക്കാത്തവരെ ഇതിനകത്ത് കയറ്റരുതെന്ന്. പിന്നെ നീ ഇനി എന്തൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു ദൈവത്തിനെ അറിയൂ. ഒന്നുമില്ലാതിരുന്നപ്പോ പോലും പട്ടിണി കിടക്കാതിരിക്കാൻ അധ്വാനിച്ചാ ജീവിച്ചിട്ടുള്ളത്. ആഹാ, നാക്കിനൊക്കെ നീളം വെച്ച് തുടങ്ങിയല്ലോ. എടീ, എനിക്ക് കുട്ടികളില്ല. എന്നാൽ അതിനേക്കാൾ വേദനയാ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അത് വയറ്റിനകത്ത് വെച്ച് തന്നെ പോകുന്നത്. നിന്റെ സ്വഭാവദൂഷ്യം കൊണ്ട് തന്നെയാ അങ്ങനെ സംഭവിച്ചത്. ഇനി എന്റെ അമ്മ പറഞ്ഞ വ്രതം കൂടി തെറ്റിച്ച നീ ജന്മത്തെ അമ്മയാവാൻ പോകുന്നില്ല. അത് മനസ്സിൽ കുറിച്ചിട്ടോ. ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ വെച്ചിട്ടുണ്ട്.
അവിടെ ചെന്നാൽ ഇതിനൊന്നും ഒരു കുറവില്ലല്ലോ. ഞാൻ പൗത്രയുടെ വീട്ടിൽ നിന്നോ നമ്മുടെ കടയിൽ നിന്നോ ആയിരിക്കും കഴിക്കുന്നത്. എങ്കിലും എല്ലാം ഇരിക്കട്ടെ. വിഷമമായല്ലേ ഞാൻ പോകുന്നത്? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നാഗപഞ്ചമി എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു പൂജയായിട്ട് വന്നിരിക്കെ. മനഃപൂർവ്വം ഒരു പേരുണ്ടാക്കിയിരിക്കെ. വേറൊന്നിനും വേണ്ടിയിട്ടല്ല. നമ്മൾ ഒന്നിച്ച് കഴിയരുത്. ഒരർത്ഥത്തില് നന്നായി. അല്ലെങ്കിലും താൻ ഭയന്നല്ലേ എനിക്കിപ്പോ ഒരു മുറി കഴിയുന്നത്. ആരാ അങ്ങനെ പറഞ്ഞത്? ചെറിയൊരു ഭയം ഇല്ലാതില്ല. ഇനി ഭർത്താവിന്റെ സ്വാതന്ത്ര്യം എടുത്തിട്ട് ഞാൻ മോശമായി പെരുമാറോ എന്നുള്ളൊരു പേടിയില്ലേ? അതൊക്കെ സാറിന്റെ അവകാശമാ. പിന്നെ എന്റെ മനസ്സില് ഒരു ഭയം കടന്നുകൂടിപ്പോയി. അകന്നു നിൽക്കാൻ നമുക്ക് കുറച്ചുനാള്. അപ്പൊ കാണാനുള്ള ആഗ്രഹവും കൂടും. അതോടെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അന്ന് നമ്മൾ പോയി കണ്ട ഡോക്ടറും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നെ. പിന്നെ പെട്ടെന്ന് ഒന്നിച്ചൊരു മുറി കഴിയണ്ടെന്ന് എന്റെ അഭിപ്രായം. ഒരു കുഞ്ഞു തന്റെ വയറ്റിൽ പിറന്നു പോയാ അതിന് ഈ ഭൂമിയിൽ ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതിനു മുമ്പേ തട്ടിക്കളയും. അപ്പച്ചിക്ക് പ്രായം കൂടി വരിക. ആ സമയത്ത് ഇത്തരം പ്രാക്കുകളൊക്കെ പിടിച്ചു മേടിക്കുന്നത്. നമ്മൾ ശപിച്ചില്ലെങ്കിലും ദൈവത്തെ നിരക്കാത്ത ചെയ്താൽ അത് ദൈവങ്ങൾ പൊറുക്കോ? ഇടയ്ക്കെന്നെ വിളിക്കണം. ഞാനും വിളിക്കാം. അപ്പച്ചിയുള്ളപ്പോ കഴിവതും വിളി വേണ്ട. എന്താവശ്യമുണ്ടെങ്കിലും അമ്മയോട് പറയണം. അമ്മയുടെ പ്രിയപ്പെട്ട മരുമോളല്ലേ താൻ. പിന്നെ ഏട്ടത്തിയുടെ മുമ്പിൽ വെച്ചത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രം. വിഷുവിന് വരുവോ? വരരുതെന്ന് അപ്പച്ചിയുടെ ഓർഡർ. തന്നോടും അങ്ങനെ പറഞ്ഞില്ലേ എന്നെ വിളിച്ചു വരുത്തരുതെന്ന്? സാരമില്ല. നമുക്കൊരുപാട് വിഷുവും ഓണവും ഒക്കെ ആഘോഷിക്കാൻ കഴിയും. അതിനുള്ള സാഹചര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ചേർത്തെടുത്ത് ദേവി തന്നെ കൊണ്ടുവരും. പോയിട്ട് വരാം. കരയാതെ യാത്രയാക്കണം. ആരോഗ്യമൊക്കെ നോക്കണം. അതാ എനിക്കും അങ്ങോട്ട് പറയാനുള്ളത്. ഇവിടെ ചിലരെ പേടിച്ചിട്ട് നിരാഹാരം കിടക്കരുത്. പോയിട്ട് വരാം. എന്തുവാണോ? ഇത്തിരി വെള്ളം കിട്ടിയ വാ ഒന്ന് ഒരു വെള്ളം വേണം അല്ലയോ? ഇപ്പൊ തരാം. ഇങ്ങ വിളിച്ചോ. വന്നിരിക്കുന്നു വെള്ളം ചോദിക്കാൻ. ഇന്നലെ ഒരുപാട് ദ്രോഹിച്ചില്ലേ? ഇനി ദ്രോഹിക്കാതെ ഇരുന്നു കൂടെ സഹോദരന്മാരെ? രാവിലെ എഴുന്നേറ്റ് വന്ന് കൈയും കലക്കുന്നു നിർത്ത്. പറമ്പിൽ നല്ല പണിയുള്ളതാ. വയസ്സ് 10-55 കഴിഞ്ഞു. കുറെ നാളായി ശരീരം വേർത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത്. ആരവില്ലടാ. ഇനി ഒന്നേനങ്ങ് തുടങ്ങാം. എന്താ മാമ? മോനെ ഒന്ന് വാ കഴുകണമായിരുന്നു. അതിനെന്താ കഴിക്കുക? മാമാ, ആ ദിവസം ഓർമ്മയുണ്ടോ? എന്റെ കടയിൽ നിന്നും എന്നെ പോലീസുകാരെ അറസ്റ്റ് കൊണ്ടുപോയ ദിവസം.
നിങ്ങളത് മറന്നാലും എനിക്കത് മറക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടിയായിരുന്നു മാമ അത്? എന്റെ അനിയനെ മോക്ക് കിട്ടാൻ വേണ്ടി. എന്നിട്ട് എന്തായി? ആ മകളുടെ ജീവിതം ഇപ്പൊ അന്തസ്സോടെ മുമ്പോട്ട് പോവാണോ? പരമദയനീയമാണ്. പിന്നെ എന്തിനായിരുന്നു മാമ എന്നെ ഇല്ലായ്മ ചെയ്തിട്ട് മകൾക്ക് അവനെ നേടിക്കൊടുത്തത്? ഉള്ളത് പറയാവില്ല കണ്ണ. ഉണ്ണിക്ക് സ്വത്തിനോടും പണത്തിനോടും മാത്രമേ താല്പര്യമുള്ളൂ. അതറിയാൻ ഞാൻ വൈകിപ്പോയി. അവിടെ ഇപ്പൊ രാത്രിയിൽ അവളെ കാണാൻ ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ? രാത്രി മാത്രമല്ല, ഇപ്പൊ പകലും വരാറുണ്ട്. അത് ഉണ്ണിക്ക് അറിയത്തില്ലേ? അയ്യോ, അവൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? മൊത്തത്തിൽ മുങ്ങിത്താണ് കഴിഞ്ഞു. പിന്നെ പറയാതിരുന്നിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ ഇതുപോലെ നരകയാതന അനുഭവിച്ച സമയം ഉണ്ടായിട്ടില്ല. നീ കുഴപ്പക്കാരനല്ലാന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി മോനെ. ആരെയും ചതിച്ചിട്ട് ആർക്കും വളരാൻ കഴിയില്ല. ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, എന്നാ നേടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്റെ അനിയന. അവൻ ഡോക്ടറായി വന്ന ദിവസമേ എന്നെ പോലെ സന്തോഷിച്ച ഒരു മനുഷ്യൻ കാണില്ല. എന്നാൽ എല്ലാം കഴിഞ്ഞപ്പോ ഏട്ടനെ കള്ളക്കേസിൽ കുടുക്കിയ മാമന്റെ മകളെ തന്നെ അവൻ കെട്ടി. പിന്നെ അവൻ അവളെ സ്വസ്ഥത കൊടുക്കുവോ? അവിടെ തുടങ്ങി അവന്റെ മാത്രമല്ല നിങ്ങളുടെയും പരാജയം. അവൻ ഇനി ഒരു വിധി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നനഞ്ഞ കോഴിയെ പോലെ നിങ്ങളിങ്ങോട്ട് വന്നില്ലേ, അതുപോലെ അവനും വരും. പിന്നൊരു വാർത്ത നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങളുടെ മകള് തൂങ്ങിച്ചെത്തുന്ന. അത് തന്നെയാണ് അവളെ കാത്തിരിക്കുന്ന വിധിയും. എന്നെയല്ല, എന്റെ കാർത്തൂനെ കരയിച്ച ആർക്കും ഒരു സ്വസ്ഥതയും കിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് പ്രാകാതെ ഇരുന്നുകൂടെ മോനെ? പ്രാഗല്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ എല്ലാം കാണുന്ന ഒരാളെ കണ്ണ് പൂട്ടിയിരിക്കല്ലേ, കണ്ണ് തുറന്നു വെച്ചിരിക്കുക. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ. എന്തുവാണോ അനന്തരവനുമായിട്ടുള്ളൊരു സംസാരം? ഞങ്ങൾ വെറുതെ ഇങ്ങനെ ലോഹിയൊക്കെ പറയുമായിരുന്നു. അവൻ എന്നോട് ഇപ്പോഴും ഭയങ്കര സ്നേഹം. എന്നാ ഞങ്ങൾക്കതില്ല, മനസ്സിലാടാ? കാണണ്ട കഴുത്താർത്ത നിന്നെ വെറുതെ വിടില്ല ഞങ്ങള്. എന്തെങ്കിലും വെട്ടി പിഴുങ്ങിട്ട് പറമ്പിലേക്ക് ഇറങ്ങാൻ നോക്ക്. ചേടാ, യുവമാരോട് ഞാനൊരു ദ്രോഹം ചെയ്തില്ലല്ലോ. പിന്നെ യുവമാരെന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു? അവൻ രാവിലെ തന്നെ പോയല്ലോ, പിന്നെ എന്താലോചിച്ചോണ്ട് നിൽക്കുവോ? ഭർത്താവ് പോയപ്പോ എന്തൊരു കള്ളക്കരച്ചിലായിരുന്നു. ആൾക്കാർ മരിക്കുമ്പോ പോലും ഇതുപോലെ ആരും കരയില്ല. കാർത്തു കരഞ്ഞത് ഇതുകൊണ്ട് തന്നെ. അവനങ്ങ് പോയിക്കഴിഞ്ഞാ പിന്നെ കുത്തലിന് കുറവൊന്നും കാണില്ലല്ലോ. വെറുതെ മിണ്ടാതെ മാറിയിരുന്നാലും പിന്നാലെ ചെന്ന് ശല്യം ചെയ്യുമല്ലോ. അമ്മായി ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഒരു കാര്യം ഞാൻ പറയാം, പുറം പണിക്ക് ഇടയ്ക്കിടയ്ക്ക് ആണുങ്ങളൊക്കെ ഇവിടെ വരാറുള്ളതാ. കുറച്ചു കാലത്തേക്ക് അതൊന്നും വേണ്ട.
ഇവക്ക് അരുണിനെ വേണ്ടാന്ന് തോന്നുമ്പോ അടുത്ത ആളോട് ഇഷ്ടം തോന്നും. അത് മാത്രം എടുത്തി പറയരുത്. ഇവിടുത്തെ രീതികളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ വിവാഹം വേണ്ടാന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് ഞാനാ. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പോലും ഇതുവരെ തോന്നിയിട്ടില്ല. നീ എന്നെ ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ആൾക്കാരെ നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലെ അരുൺ സാറ് എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. കേട്ടല്ലോ? ആ കേട്ടു. എനിക്കറിയാം ഇനിയിപ്പോ ഇവളുടെ എല്ലിന്റെ എണ്ണം കൂടുമെന്ന്. പിന്നെ നീ പറയുന്നതൊക്കെ കേട്ട് ഏതു നേരവും വായി മൂടി നിൽക്കണോ? മാളുവിന് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് ആലോചിച്ചല്ലോ. എന്നിട്ട് ദേവിയുമായിട്ട് യുദ്ധം ചെയ്തിട്ടാ കാർത്തുവിനെ അരുൺ കൂട്ടിക്കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാർത്തുവിനെ വേണമെന്ന് അരുൺ ആഗ്രഹിച്ചെങ്കിൽ അതിന് കാരണം കാർത്തുവിന്റെ സ്വഭാവം തന്നെയാ. എന്നുവെച്ചാ എന്റെ മാള് കൊള്ളൂലെന്നല്ലേ അമ്മായി പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ല. അവളും എനിക്ക് മോളെ പോലെ തന്നെയാ. പക്ഷേ നീ ഇവിടെ വന്ന ശേഷം നിന്റെ പ്രവൃത്തികളൊക്കെ അരുൺ കാണുന്നുണ്ട്. സ്വന്തം ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ പോലും ഇട്ടുകൊടുക്കാൻ കഴിയാത്ത ഏട്ടത്തി തന്നെയാണ് അനിയത്തെ വേണ്ട എന്ന് അരുണിനെ കൊണ്ട് പറയിച്ചത്. എന്നാലും നീ ഭയങ്കര സാധനം തന്നെയാടി. എല്ലാവരും നിമിഷ നേരം കൊണ്ടല്ലേ കൈവെള്ളയിലിട്ട് കറക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല. അമ്മായി ഇതല്ല ഇതിലപ്പുറവും പറയും. എന്നുവെച്ചേ എന്റെ നാവ് പൂട്ടിക്കെട്ടാന്ന് നീ കരുതണ്ട. അമ്മായിയുടെ സംസാരമൊക്കെ എന്റെ അമ്മ വരുമ്പോ തീരും. പിന്നെ എന്റെ അമ്മയുടെ സംസാരമേ പുറത്ത് കേൾക്കൂ. മര്യാദയ്ക്ക് അടുക്കളപ്പണിയും ചെയ്ത് അവിടെ എങ്ങാനും ഒതുങ്ങി കൂടിക്കണം. അവനവിടെ പോയി സ്വസ്ഥമായിട്ട് ജോലി ചെയ്യട്ടെ. കരഞ്ഞ് നിലവിളിച്ച് പെട്ടെന്ന് അവനെ വരുത്തണ്ട. വന്നാലും ഒന്നിച്ചൊരു മുറി കഴിയാൻ പറ്റില്ലല്ലോ.